ഈ സെല്ലുകൾ ശ്രദ്ധിക്കുക. ഇവിടെ കാണുന്ന പോലെ യെസ് നോ എന്നിങ്ങനെ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. തൊട്ട് മുമ്പ് കണ്ട പോലെ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഈ കാണുന്ന സെല്ലുകളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. എക്സൽ റിബണിലെ ഡേറ്റ ടാബിൽ പോവുക. ഡേറ്റ വാലിഡേഷൻ എന്ന ഡയലോഗിൽ അലോ എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ്. ഇനി സോഴ്സ് എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് വേണ്ടുന്ന ഓപ്ഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ യെസ് നോ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് വേണ്ടത്. യെസ് നോ. ഓക്കെ. നോക്കുക, ഈ സെല്ലിന് വലതുവശത്തായിട്ട് ഒരു ആരോ വന്നാൽ കാണാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ് നോ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ്. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ച് സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഈ സെല്ലുകളെ ഫോമാറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണത്തിന് യെസ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലുകൾക്ക് ഗ്രീൻ കളറും, നോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെല്ലുകൾക്ക് റെഡ് കളറും വരുന്ന രീതിയിൽ ഈ സെല്ലുകളെ ഫോമാറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഹോം ടാബിൽ കണ്ടീഷണൽ ഫോമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, ഈക്വൽ ടു, ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ടൈപ്പ് ചെയ്യുക യെസ്. ഇനി ഫോമാറ്റിംഗ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീ ഡിഫൈൻ ഫോമാറ്റ്സ് ആണ് ഈ കാണുന്നത്. നമുക്ക് വേണ്ടുന്ന ഫോമാറ്റിംഗ് ഡിഫൈൻ ചെയ്യാനായിട്ട് കസ്റ്റമൈസ്ഡ് ഫോമാറ്റ്, ഫിൽ, ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഗ്രീൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ. ഒരു തവണ കൂടി ഓക്കെ. ഇനി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സെല്ലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആയത് കാണാം. ഇനി ഓപ്ഷൻസിൽ നിന്ന് നോ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സെല്ലുകൾക്ക് റെഡ് കളർ കിട്ടാനായിട്ട് വീണ്ടും സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. കണ്ടീഷണൽ ഫോമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽസ് റൂൾസ്, ഈക്വൽ ടു, നോ. കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഫോമാറ്റാണ് ഈ കാണുന്നത്. ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ്. ഈ ഫോമാറ്റിംഗ് മതിയെങ്കിൽ ഓക്കെ. ഇനി നോ സെലക്ട് ചെയ്യുമ്പോൾ സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആയത് കാണാം. ഇനി യെസ് നോ ഓപ്ഷൻസിന് പുറമെ പുതിയൊരു ഓപ്ഷൻ കൂടി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ആഡ് ചെയ്യണമെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ ടാബിൽ ഡേറ്റ വാലിഡേഷൻ, സോഴ്സ് എന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഈ ഇൻപുട്ട് ബോക്സിൽ നമുക്ക് വേണ്ടുന്ന പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഹൈഫൻ ആഡ് ചെയ്യുന്നു. ഓക്കെ. നോക്കുക, യെസ് നോ എന്നീ ഓപ്ഷൻസിന് പുറമെ മൂന്നാമതൊരു ഓപ്ഷൻ കൂടി ഇവിടെ വന്നാൽ കാണാം. ഇതുപോലെ നിരവധി എക്സൽ ടിപ്സ് ആൻഡ് ട്രിക്സും ഫോമുലകളും എക്സ്പ്ലെയിൻ ചെയ്ത ഓൺലൈൻ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ടിപ്പായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.